ഹായ്. നമ്മുടെ നാട്ടില് കേരളത്തിൽ ഇപ്പൊ ഇലക്ഷൻ വരാൻ പോവല്ലേ. അപ്പൊ ഇന്ന് ഇലക്ഷന്റെ ലാസ്റ്റ് ദിവസമായിരുന്നു. നമുക്ക് വാഗ്ദാനങ്ങൾ നൽകാനും അനൗൺസ്മെന്റിനും എല്ലാത്തിനുള്ള ഒരു കൊട്ടിക്കലാശം തന്നെയായിരുന്നു. അതിന്റെ ചില ഭാഗങ്ങൾ നമുക്ക് കാണാം. നമ്മൾ കൂടുതലായിട്ടും കാണുന്നത് അഖിൽമാരാരുടെയാണ്. അഖിൽമാരാരുടെ കുറച്ച് ഡാൻസും പാട്ടും പിന്നെ ഒക്കെ കാണാം. ഒരു ബലൂൺ പിടിച്ചോണ്ടുള്ള ഒരു ഇതാണ് ആദ്യം കാണുന്നത്. അതിനിപ്പൊ നീക്കി പൊട്ടി എന്തുണ്ടാക്കുന്നത്? അമ്മയെ കൊച്ചോ ഇല്ല, കിട്ടി. ഇനിയും ഉണ്ടാക്കും. അങ്ങനെ വിടൂലല്ലോ. ചേട്ടാ അങ്ങോട്ടൊന്ന് വന്നേ, എനിക്കൊരു സെൽഫി എടുക്കണം. എടുത്തോടാ. അടുത്തത് വേൽമുരുക ഹരോ ഹരോ വേലായുധ ഹരോ ഹരോ. എനിക്ക് വയ്യ. ഈ പ്രാവശ്യം നമ്മുടെ ഇലക്ഷനിലെ സിനിമാക്കാരും ബിഗ് ബോസ് താരങ്ങളും ഒക്കെ ഉണ്ടായതുകൊണ്ടാന്ന് തോന്നുന്നുണ്ട്. പാട്ടും ഡാൻസും എന്ന് വേണ്ട. കുട്ടിക്കലാശം അടിപൊളിയായിരുന്നു. പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് ഇവരുടെ ഡാൻസും അതിന്റെ കൂട്ടത്തിൽ താഴെയുള്ളവരുടെ ഡാൻസും ഈ ഇവരെയൊക്കെ ഒന്ന് കാണാം എന്നൊക്കെ വിചാരിച്ചിട്ടൊക്കെ ആൾക്കാർ ഒരുപാട് വരുന്നത് ഫോട്ടോ ഒക്കെ എടുക്കുന്ന ഇവരെയൊക്കെ. അപ്പൊ സിനിമാക്കാരും ബിഗ് ബോസ് താരങ്ങളും ഒക്കെ അല്ലേ, ഇവരെയൊക്കെ ഒന്ന് കാണാം എന്നൊക്കെ വിചാരിച്ചിട്ടൊക്കെ ആൾക്കാർ വരും. പാർട്ടി ഏതായാലും ഒരു കുഴപ്പമില്ല. പക്ഷെ ആ ഒരു മനസ്സായിരിക്കണം ഇലക്ഷൻ സമയത്ത്. പാർട്ടി ഏതായാലും കുഴപ്പമില്ല, ആളിനെ കണ്ട് വോട്ട് ചെയ്യണം. നമ്മൾക്ക് കേരളത്തിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും എന്നൊക്കെ ഉള്ള ആളുകളെ നോക്കി വോട്ട് ചെയ്താൽ നന്നായിരിക്കും. ഞാൻ അങ്ങനെയാണേ. പോട്ടെ, അടുത്തത് കാണാം. അയ്യോ, ഇയാൾ എന്താ കാണിക്കുന്നത്? ഹെലികോപ്റ്റർ. എന്തെങ്കിലുമൊക്കെ വെറൈറ്റി കാണിക്കണ്ടേ, എന്നാലല്ലേ ആളുകൾ ശ്രദ്ധിക്കപ്പെടത്തുള്ളൂ. അതിനു വേണ്ടിയുള്ള പരിപാടിയാണ് തോന്നുന്നത്. എന്തായാലും കൊള്ളാല്ലേ. അടുത്തത് ചക്ക. അഖിൽമാരാരുടെ ചിഹ്നം ചക്കയല്ലേ. അപ്പൊ നാട്ടിൽ ഇപ്രാവശ്യം ചക്കയ്ക്ക് ഭയങ്കര പ്രാധാന്യം. കേരളത്തിൽ ഇപ്പൊ ചക്കയാണ് ഇങ്ങനെ എടുത്തു കാണിക്കുന്നത്. ചക്കമാര് ഇങ്ങനെ കിടന്ന് താളം തുള്ളു. അതുകൊണ്ട് ചക്കമാർക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് ആയിപ്പോ കേരളത്തില്. അതുകൊണ്ടായിരിക്കും അത് ചിഹ്നമായാലും ശരി. അല്ലാതുള്ള ചക്കമാര് ഇവിടൊക്കെ ചക്ക എന്ന് പറയുന്ന ആരെയാന്നറിയാമോ? ട്രാൻസ്ജെൻഡേഴ്സിനെ അവരെ പറയുന്നത്. കാണിക്കുവാണ് ചക്ക. ഇതാണ് ചക്ക. ചക്ക കാണിച്ചും ഡാൻസ് ചെയ്തും ഒക്കെ മടുത്തു ഗൈസ്. ഇനി എനിക്ക് കുറച്ച് സ്പോർട്സിൽ ഞാൻ കുറച്ച് ഇറങ്ങാൻ പോവാണ്. എനിക്ക് അറിയത്തൊന്നുമില്ല. ഞാൻ എന്നാലും ഒന്ന് ട്രൈ ചെയ്യണം. ഞാൻ തകർക്കും. സ്പോർട്സ് കഴിഞ്ഞ് ഡാൻസ് കഴിഞ്ഞ് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇനി ഈ ഒരു പരിപാടിക്ക് ഇറങ്ങുവാണ്. ഈ പിള്ളേരുടെ കഞ്ഞൂടി മുട്ടിക്കോ എന്തോ, പിള്ളേരുടെ പണിയും കൂടെ പോയി കിട്ടുമോ എന്തോ. ഇല്ല, എൻ്റെ വോട്ടിന്റെ എൻ്റെ ഇതിന് ഞാൻ ഇറങ്ങുമ്പോൾ ഞാൻ തന്നെ പൊട്ടിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അഖിൽമാരാര് തന്നെ ഈ സംഗതി ഇങ്ങനെ പൊട്ടിച്ച് കളിക്കുവാണ്. വെറൈറ്റി ആയിട്ട്. ഞാൻ ആദ്യം വിചാരിച്ചു ചെയ്ത അമ്പലത്തിന്റെ എഴുന്നള്ളത്ത് ഒറിജിനൽ ആനയാണ് വരുന്നതെന്ന്. പക്ഷെ ഒറിജിനൽ ആനയല്ല വരുന്നത്. ഇതേതോ ഒരു പാർട്ടിയുടെ ഒരാള് ആനപ്പുറത്തിരുന്ന് പോവുകയാണ്. ആനപ്പുറത്തിരുന്ന് നാട്ടു സഞ്ചാരം ചെയ്യുകയാണ്. ഇനി ആനയെ കണ്ടിട്ടെങ്കിലും ആളുകളൊക്കെ ഒന്ന് നോക്കട്ടെ എന്ന് വിചാരിച്ചിട്ട്. അടുത്തത് ഞാൻ ഇതും വിചാരിച്ചു ഉത്സവത്തിന്റെ ഘോഷയാത്രയാന്ന് വിചാരിച്ച്. അല്ല, നമ്മുടെ സുരേഷ് ഗോപിച്ചേട്ടന്റെ ഘോഷയാത്രയാണ്. ഞാൻ ഇതിനകത്തൊക്കെ വളരെയധികം ശ്രദ്ധിച്ച ഒരു കാര്യം, ഈ സെലിബ്രിറ്റീസിന്റെ ഒക്കെ കൂട്ടത്തില് പെണ്ണുങ്ങൾ മാത്രമേ ഉള്ളൂ ഗൈസ്, ആണുങ്ങളൊന്നുമില്ല. ഹായ് 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 ഹായ്. ഭയങ്കര വിയർപ്പ്. അടുത്തത് ഡാൻസ്. ഇതേ നോക്കാം. ഇവരും അഖിൽമാരാരും ഇപ്പൊ പെണ്ണുങ്ങളുടെ മാത്രമാണ് ഡാൻസ് കളിക്കുന്നത്. ആണുങ്ങൾ ഒരൊറ്റ മനുഷ്യരെ കാണുന്നില്ല. പുറവിലൊക്കെ ആണുങ്ങൾ നിപ്പോണ്ട്, അവരോടൊന്നും ഡാൻസ് ഒന്നും കളിക്കുന്നില്ല. ഞാൻ ഡാൻസ് കളിക്കുന്നുണ്ട്. പെണ്ണുങ്ങളുടെ മാത്രമേ ഡാൻസ് കളിക്കത്തുള്ളൂ. സൂപ്പർ. ഓ ഓ ഓ ഹരിയുണ്ട് കേട്ടോ. എവിടെ ശരി, വോട്ട് വയ്ക്കാൻ പോയതാണ്. ഞാൻ കരുതി ഇനി ഭാര്യയുടെ നടക്കുന്നതിന് മുന്നിൽ ഇനി മറ്റേ നേരത്തെ ഡാൻസ് ചെയ്തില്ലേ പെൺകൊച്ചിനെ, അത് കണ്ടിട്ട് ഇനി ഭാര്യ ഒട്ടിച്ചുട്ടിയാന്നോ, അതോ ഇനി ഭാര്യയുടെ പേടിച്ചിട്ട് ഓടിപ്പോയതാണെന്ന് വിചാരിച്ചു. അല്ല, വോട്ട് വയ്ക്കാൻ ഓടുന്നതാ എൻ്റെ പൊന്നെ. ഓ,
ആദ്യം കണ്ടപ്പോൾ പേടിച്ചു പോയി കേട്ടോ. ഉത്സവത്തിനൊക്കെ ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത്. ഇപ്പം ഇതൊക്കെ ഇങ്ങനെയുള്ള പ്രോഗ്രാമിനൊക്കെ വരാൻ തുടങ്ങി. നല്ലതാണ്, ആളുകൾക്കൊക്കെ കുറച്ചൊരു രസം തോന്നും. ആളുകളെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് ഓരോരോ പാർട്ടിക്കാർ ഓരോരോ തരത്തിലാണ് ഓരോന്ന് കാണിക്കുന്നത്. എന്തായാലും കൊട്ടിക്കലാശം തകർത്തു. തറയിൽ നിന്ന് ഡാൻസ് ചെയ്തിട്ടോ ഒന്നും ആരും കാണുന്നില്ല ഗൈസ്. ഇനി ഞാൻ ആകാശത്ത് ക്രെയിനിൽ കയറിയിട്ട് ആകാശത്ത് കയറി നിന്നിട്ട് ഡാൻസ് കളിക്കാൻ പോവുക. തറയിൽ നിന്ന് ഡാൻസ് കളിച്ചത് കൊണ്ട് ആരും കാണുന്നില്ല. ഇനി ഞാൻ ആകാശത്ത് കയറി നിന്ന് ഡാൻസ് കളിച്ചാലേ ആരെങ്കിലും ഒക്കെ ശ്രദ്ധിക്കും, ആരെങ്കിലും ഒക്കെ കാണത്തുള്ളൂ. എന്താ പറയുന്നത് നോക്കി. നമ്മളെ നോക്കി കൈ കാണിക്കുന്നു, ചിരിക്കുന്നു. ആക്ച്വലി നിലപാടില്ലാത്തത് അവർക്കാണ്. ഞാൻ ഒരാളെയും പറഞ്ഞു പറ്റിക്കത്തില്ല. അത് മാത്രമായിരിക്കും തൃക്കാക്കര ജനങ്ങൾക്ക് കൊടുക്കുന്ന വാഗ്ദാനം. ഇനി അങ്ങനെ ഞാൻ ഒരാളെ പറ്റിച്ചെന്ന് തോന്നിയാൽ ഞാനിനി ജയിച്ചൊരു MLA ആയിട്ട് നിങ്ങളെ മുന്നിൽ വന്നാൽ പിടിച്ചു നിർത്തി ചോദിക്കും. ഒരു അടി അടിക്കുന്നെങ്കിൽ അടിച്ചോ, ഒരു പ്രശ്നമുള്ള കാര്യമല്ല ഇതൊന്നും. കാരണം എന്തിനാണ് ജനത്തെ പറ്റിക്കുന്നത്? ആരെയും പറഞ്ഞു പറ്റിക്കില്ല. എന്നെ വഴിയിൽ കാണുമ്പോൾ കൈ കാണിക്കുകയും ഹായ് പറയുകയും ഒക്കെ ചെയ്യുന്നത് അവർക്ക് നിലപാടില്ലാത്തതുകൊണ്ടാണ് ഗൈസ്, അല്ലാതെ എന്റെ പ്രോബ്ലം കൊണ്ടല്ല. അവർക്ക് നിലപാടില്ലാത്തത് കൊണ്ടാണ് അങ്ങനെയൊക്കെ കാണിക്കുന്നത് കേട്ടോ. പിന്നെ ഞാൻ വാഗ്ദാനങ്ങൾ കൊടുത്തിട്ട് അത് പാലിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരെങ്കിലും എന്നെ വഴിയിൽ എവിടെങ്കിലും വെച്ച് കണ്ടു കഴിഞ്ഞാൽ പിടിച്ചു നിർത്തി അടിച്ചോളൂ ഗൈസ്, അടിച്ചു. നമ്മുടെ കേരളത്തിന്റെ പ്രധാനമന്ത്രി ഓപ്ഷൻ എ വിജയൻ പിണറായി, ഓപ്ഷൻ ബി പിണറായി വിജയൻ, ഓപ്ഷൻ സി ശിവൻകുട്ടി, ഓപ്ഷൻ ഡി കുട്ടിശിവൻ. കുട്ടിശിവൻ ആണ് ഉറപ്പാണ്. ഓക്കെ, പിണറായി വിജയ്. പിണറായി വിജയൻ. ഓപ്ഷൻ ബി. കേരളത്തിൽ നമുക്ക് എന്താ ഉള്ളത്? കേരളത്തിൽ എന്താ ഉള്ളത്? മുഖ്യമന്ത്രി. അപ്പൊ നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാ? ഇന്ത്യക്കുണ്ടോ? ഇന്ത്യക്ക് പ്രധാനമന്ത്രി ഉണ്ടോ? ഉണ്ടോ അറിയത്തില്ല. താടി വെച്ചൊക്കെയുള്ള കുട്ടിശിവൻ. വെള്ളത്താടി അല്ല പൊട്ടയൊക്കെ അടിച്ച ഒരു പിണറായി വിജയൻ. നരേന്ദ്രമോദി. ഓ യെസ്, കറക്റ്റ് ഉത്തരം. കേരളത്തിൽ മുഖ്യമന്ത്രി ആരാ? കേരളത്തിന് മുഖ്യമന്ത്രി ഉണ്ടോ? പിണറായി വിജയൻ. പിണറായി വിജയൻ. വീണ്ടും കറക്റ്റ് ഉത്തരം. ഓക്കെ, പറ്റില്ലേ? ഇങ്ങനെയൊന്നും അല്ല കേട്ടോ പിള്ളേരെ, ഇത് പറയിപ്പിച്ച് വീഡിയോ എടുത്തതാ. അല്ല, നമ്മുടെ കുട്ടികൾക്കൊക്കെ ഇന്ത്യ മഹാരാജ്യത്തിന്റെ പ്രധാനമന്ത്രി ആരാണെന്നും മുഖ്യമന്ത്രി ആരാണെന്നും ഒക്കെ ഉള്ള അറിയാം. ഇത് ആ പയ്യൻ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ പറഞ്ഞ് ചെയ്യിപ്പിച്ച കാര്യങ്ങൾ എന്തിനാണ്ടൊക്കെയാ. ഇതടുത്തത് കാണാം. ഈ ചേച്ചി ഇത്രയും അവമാനിക്കണ്ടായിരുന്നു, കഷ്ടമായി പോയി കേട്ടോ. വലിയ കാര്യത്തില് എനിക്ക് ആരൊക്കെ വോട്ട് ചെയ്യുമെന്ന് ചോദിച്ചതാ. അപ്പോൾ ആരൊക്കെ വോട്ട് ചെയ്യുക അവരൊന്ന് കൈ പൊക്കാൻ പറഞ്ഞതാ. ഒരു മനുഷ്യരും കൈപ്പൊക്കില്ല. ഈ സിനിമാക്കാരും ബിഗ് ബോസ് താരങ്ങളും ഒക്കെ ഇലക്ഷനൊക്കെ നിന്ന് കഴിഞ്ഞാൽ ഇതായിരിക്കും സ്ഥിതി. കണ്ടോ, ആരൊക്കെ വോട്ട് ചെയ്യും? കൈവക്കും. പേടിയല്ലേ? എടുക്കണ്ടടാ, അറിയാതെ തെറ്റാക്കാം. ചക്ക വേണ്ടേ? അല്ലേ? അപ്പോ കണ്ടിട്ട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് ഈ ചേട്ടൻ പറയും. ഈ ചേട്ടൻ പറയുന്നതാണ് എന്റെ നിലപാട് കേട്ടോ. ചേട്ടാ, LDF, UDF, BJP? ആര് വന്നാലും നമുക്ക് LDF വന്നാലും UDF വന്നാലും BJP വന്നാലും നമ്മൾ അധ്വാനിച്ചാലേ ജീവിക്കാവുള്ളൂ. അല്ലാതെ നമ്മളെ പട്ടിണിയും കഷ്ടപ്പാടും ഒന്നും മാറാൻ പാടില്ല. നമ്മൾ അധ്വാനിക്കുക തന്നെ വേണം, അധ്വാനിച്ചാലേ ജീവിക്കാവൂ. ഇതല്ലേ സത്യം ഗൈസ്. ഇനി നമുക്ക് കണ്ടറിയാം ആര് ജയിക്കുമെന്ന്. എന്തായാലും ഇന്നത്തെ കൊട്ടിക്കലാശം ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.